എല്ലില്ലാത്ത മാംസം, വെജിറ്റേറിയൻകാരുടെ മീറ്റ് എന്നിങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ടല്ലേ സോയ ചങ്ക്സിന്. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ പൊതുവെ പറയാറുണ്ട് കേട്ടോ, ഇറച്ചിക്കറിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് കറി വെക്കാമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇറച്ചിക്കറിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇറച്ചിൻ്റെ ടേസ്റ്റ്, സോയ ചങ്ക്സിന് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ പൊതുവെ വലിയ ആളുകൾക്കൊന്നും സോയ ചങ്ക്സിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കൂല അല്ലേ. കുട്ടികൾക്ക് ഇഷ്ടമാണ്. കുട്ടികൾക്ക് പിന്നെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. ഞാനിവിടെ ഋഷുവിന് സ്കൂളിലേക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഈ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു ഉപകാരം. അങ്ങനെ ഒരു ദിവസം സോയ ചങ്ക്സ് ഇങ്ങനെ വെറുതെ ഇരിക്കണ കണ്ടപ്പോഴേ എനിക്കൊരു പൂതിട്ടോ, ഒന്ന് റോസ്റ്റ് ആക്കിയാലോ. അങ്ങനെ അടിപൊളി റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇക്കാക്ക് കൊണ്ടുപോയി കൊടുത്തുട്ടോ. ഇക്കാക്ക് പണ്ട് തന്നെ സോയ ചങ്ക്സിന്റെ സ്മെല്ല് പോലും പിടിക്കൂല കേട്ടോ. ഇക്ക തൊട്ട് പോലും നോക്കിയില്ല. കുട്ടികൾക്ക് കൊടുത്തപ്പോൾ കുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് റോസ്റ്റ് വേണ്ട, ഞങ്ങൾക്ക് ഫ്രൈ മതിയെന്ന്. അവസാനം ഉണ്ടല്ലോ ഈ സോയ ചങ്ക്സ് റോസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നേണ്ടി വന്നു. അപ്പം ഞാനൊരു തീരുമാനം എടുത്തുട്ടോ, ഇനി മേലിൽ സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കൂല, സോയ ഇനി ഫ്രൈ ചെയ്യേ മാത്രമേ ചെയ്യുള്ളൂ എന്ന്.